അഡിക്റ്റഡ് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ സമയം ഏകദേശം 8:15 ഞങ്ങൾ അങ്ങനെ ഇവിടുന്ന് പോവാണ് നെല്ലിക്കുഴിന്ന്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജൂഡി ഹാരീസ്. അപ്പം എല്ലാവരും എന്തെടുക്കാണ്, സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ബെഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ് കേട്ടോ. കോതമംഗലത്താണ് എൻ്റെ വീട്. ഞാൻ മമ്മീയുടെ അടുത്തോട്ട് വന്നേക്കാണ്. അപ്പോൾ ഞാനും ഉണ്ട്. ഹായ് അവിടുത്തെ. അപ്പൊ ഞങ്ങളിപ്പോ ഇപ്പഴും ഞാൻ എണീച്ചിട്ടില്ല. സമയം 9 മണി കഴിഞ്ഞിട്ടുണ്ടായിരിക്കുള്ളൂ. എനിക്കാണെങ്കിൽ ഇന്നലെ രാത്രി ശരിക്കും ഉറക്കം വന്നില്ല. ചൂട് കൂടുതലാണ് ഇവിടെ. അപ്പം ഉറങ്ങാൻ പാടാണ്. ഞാനും അതെ, ഇവിടെ ഉറങ്ങാനായിട്ട് കുറച്ച് പാടാണ്. അപ്പൊ അതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത്ര വൈകി എണീക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ വൈകി എണീക്കും. എന്ന് വെച്ചാൽ വീട്ടിലാണെങ്കിലും നല്ല ഉറക്കം കിട്ടിയാലും ഞാൻ 9:30 ആകുമ്പോൾ എണീക്കാറുണ്ട്. അപ്പോ നമുക്കിനി പല്ലൊക്കെ തേച്ച് ഇവിടുത്തെ പരിപാടികളൊന്നുമില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഇന്നൊരു സൺഡേ ആണ്. മമ്മി ഇപ്പൊ പുറത്ത് എന്തോ പണി ചെയ്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ പ്രത്യേകിച്ച് കുറെ പരിപാടികളൊന്നുമില്ല. ഇവിടെ വരുമ്പോ എന്ന് പറഞ്ഞാൽ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ മമ്മിയുടെ നൈറ്റി എടുത്ത് ചില്ല് ചെയ്യാന്നുള്ളതാണ് എൻ്റെ പണി. അപ്പോൾ നിങ്ങളെ ഞാൻ എന്തായാലും ഇന്നത്തെ ഒരു ഡേ ഇവിടെ കൊണ്ടു നടക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് നേരെ പല്ലേക്കാൻ പോവാം. ഹായ് ഹായ് ഹായ്. എന്തൊരു ആർട്ടിഫിഷ്യലാ. പിന്നെ അല്ലാണ്ട് പിന്നെ ഇഷാൻ ഹായ് പറയാം. ഇഷ ഹായ് പറഞ്ഞതാ. എൻ്റെ സ്കിന്ന് കെയർ ചെയ്യുന്നില്ലെങ്കിലും ഞാൻ എൻ്റെ സ്കിന്നിനെ കെയർ ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് എന്താ പറയുക, ടോണർ, മോയ്സ്ചറൈസർ, ടോണർ, സെറം, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഇങ്ങനെ കുറച്ച് സ്കിൻ കെയർ റുട്ടീനൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് സ്കിൻ കെയർ ചെയ്യാം. അങ്ങനെ നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞു. സ്കിൻ കെയർ ഒക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ മുഖത്ത് ഒരു 10 മിനിറ്റ് തൊട്ട് ഭയങ്കര ഗ്ലോ ആയിരിക്കും. അത് നിങ്ങൾ ആരും കാര്യമാക്കണ്ട. പക്ഷെ എൻ്റെ സ്കിൻ കണ്ടു. ഞാൻ സ്കിൻ കെയർ ചെയ്യുന്ന എൻ്റെ സ്കിന്ന് കെയർ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 101% കെയർ ചെയ്യുന്നില്ല. പക്ഷേ സ്റ്റിൽ ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ് വൺ ഡേ ടു ബി ഗ്ലോ. സോ ഇപ്പം നമ്മൾ ഒരു പരിപാടിയില്ല. ഞാൻ ചുമ്മാ വീണ്ടും പുറത്തോട്ട് ഇറങ്ങിയതാണ്. അവിടെ അമ്മയും മമ്മിയും ഈശാനോടെ പല്ല് തേക്കാനായിട്ട് മൽപ്പിടുത്തം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ ചായ കുടിക്കാം. ചായക്ക് എന്താ കടിയും ചോദിച്ചോട്ടെ. ചായക്ക് ഇന്ന് കടി അമ്മയുടെ സ്ഥിരം ഗോതമ്പപ്പം അല്ലേ മമ്മി? സ്ഥിരം ഗോതമ്പപ്പം. എന്താ പുട്ടുണ്ടാക്കാൻ? ഞങ്ങളെ ചെറുപ്പം തൊട്ടേ പുട്ട് കുറ്റിയാക്കി തീറ്റിച്ച് പുട്ട് കുറ്റിയാക്കി പുട്ട് തീറ്റിച്ച്. ഇഷ പല്ല് വെച്ചോ? അയക്ക് പല്ല് വെച്ച് പല്ല് കാണിച്ചു. പല്ല് കാണിച്ചു. ഈ അഞ്ച് ഈ അഞ്ച് അയ്യേ പല്ലേക്ക് വേഗം പല്ലേക്ക് ഈച്ച് പല്ല് വെച്ചാണ്ട് അമ്മ ചെല്ല. ഞാൻ നൈറ്റ് ഇട്ടിട്ട് മമ്മിയുടെ നൈറ്റ് ഇട്ടിട്ട് നല്ല രസമുണ്ട്. ഇത് പൊതുവെ എൻ്റെ ബോഡി എല്ലാത്തിനും അണങ്ങുന്ന ബോഡിയായുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മിക്ക് കർട്ടനൊക്കെ ഒന്ന് മാറ്റി വിടണമായിരുന്നു കേട്ടോ. കാരണം ഒരുപാട് നാളായി കർട്ടനൊക്കെ മാറ്റിയിട്ട്. മമ്മി വീട് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യാണ്. കാരണം ഇത്ര ഒരു 2 ഇയേഴ്സോ 1.5 years ഒക്കെ ആയിട്ട് ഞങ്ങൾ റെൻറ്റിന് കൊടുത്തേക്കുമായിരുന്നു ഞങ്ങളുടെ വീട്. അപ്പം മമ്മി ഞങ്ങളുടെ കൂടെ ആയിരുന്നു ഫുൾ ടൈം. ഇപ്പം മമ്മി അങ്ങോട്ട് പോയി. മമ്മിക്ക് അവിടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം അതുകൊണ്ട് മമ്മി ഫുൾ ക്ലീനിങ് പരിപാടിയാണ്. അപ്പം ഞാൻ പോയി നിന്നപ്പോൾ എനിക്ക് ഇത്ര പൊക്കമുള്ളതുകൊണ്ട് മമ്മി എന്നെ കൊണ്ട് കർട്ടനൊക്കെ മാറ്റിക്കുകയാണ് കേട്ടോ. മമ്മിയുടെ നൈറ്റ് ചെയ്തതിനാണ് ഇത്ര ചെറുത്. ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ ഇവിടെ വെറുതെ കിടക്കുകയാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഷീറ്റ് മാറ്റിയത്. ഇഷാൻ ഇച്ചിരി ചുമയും കുറച്ച് പനിയില്ല, തൊണ്ടയ്ക്ക് ഇച്ചിരി ഇൻഫെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. തൊണ്ട ഇൻഫെക്ഷനൊക്കെ കുറഞ്ഞു. പക്ഷെ ചുമ അങ്ങോട്ട് കുറയില്ല. അല്ലെങ്കിൽ ഈ ചുമ വന്നാൽ മാറാൻ ഭയങ്കര പാടാണല്ലോ. അപ്പം
അപ്പം ചുമയുണ്ട്. അപ്പോൾ അവനെന്താ വെച്ചാൽ അവൻ ചായ കുടിച്ച ശേഷം അത് ചുമച്ച് ഛർദ്ദിച്ചു ഇവിടെ കട്ടില വെച്ചിട്ട്. അപ്പോൾ അതാണ് ഷീറ്റൊക്കെ മാറ്റിയത്. ആള് കുഴപ്പമൊന്നുമില്ല. ഛർദ്ദിച്ച് കഴിഞ്ഞാൽ പിന്നെ പരിപാടി അങ്ങ് തീർന്നു. ആളത് അന്വേഷിക്കുമ്പോ ഹായ് എടുത്ത് ഹായ് ആള് കുഴപ്പമൊന്നും ഇല്ലാണ്ടിരിക്കുന്നുണ്ട്. വ്ളോഗ് എടുക്കാന്നാ പിടിച്ചോ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്ക്. അപ്പൊ നമുക്ക് കാണാം. ബൈ കൊടുത്തേരെ. ബൈ. ഹലോ, ഇപ്പൊ സമയം ഉച്ചയ്ക്ക് 2:30 ആൻഡ് ഞാൻ കോഫി കുടിക്കുകയാണ്. എനിക്കറിയില്ല എത്ര പേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ഞാനൊരു കോഫി പേഴ്സണാണ്. പറഞ്ഞു കഴിഞ്ഞാൽ അഡിക്റ്റഡ് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ നോ പ്രോബ്ലം. പക്ഷെ നല്ല സ്വഭാവമല്ല. ഇപ്പൊ സമയം ഏകദേശം 8:15 രാത്രി 8:15. യെസ്. എന്താന്ന് വെച്ചാൽ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. തുമ്മൽ എന്ന് പറഞ്ഞാൽ എനിക്ക് അലർജിയാണ്. പൊടി അലർജി ആയതുകൊണ്ട് എനിക്ക് ഹോൾ ഡേ തുമ്മലായിരുന്നു. സോ എനിക്ക് അങ്ങനെ വ്ളോഗൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഈ ഒരു വൈകുന്നേര സമയം ഭയങ്കര പ്രശ്നമായിരുന്നു. സോ നമ്മൾ അങ്ങനെ സ്കിൻ കെയർ ഒക്കെ ചെയ്തു. ഇതുണ്ടോ, ഈ ഒരു ഏരിയയിലാണ് എനിക്ക് ഭയങ്കര സീനായിട്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ഇങ്ങനെ മാന്തി. സോ ഞാൻ വേർത്തോണ്ടിരിക്കുകയാണ്. അപ്പം ഇനി നമുക്ക് കുറച്ച് പരിപാടി എന്ന് പറഞ്ഞാൽ ഞാനൊരു ഫുഡ് കൊടുക്കണം, ഞാൻ ഫുഡ് കഴിക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടി ഉണ്ട്. സോ എന്തായാലും നമുക്ക് ഈ വ്ളോഗ് അത് കഴിഞ്ഞ് എൻഡ് ചെയ്യിക്കാം. ഓക്കെ. ഹലോ ഗൈസ്. സോ ഞാൻ ഇന്നലെ വ്ളോഗ് എൻഡ് ചെയ്യാൻ മറന്നുപോയി. ഇത് പിറ്റേന്നാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ വ്ളോഗ് കൊണ്ട് എടുത്തിട്ട് എൻഡ് ചെയ്യിക്കാം. ഇപ്പൊ 10 മണിയായി, എണീച്ചുള്ളൂ. ഇന്ന് കുറച്ച് പരിപാടി നമുക്ക് ചെയ്യാനുണ്ട്. സോ ലെറ്റ്സ് ഗോ. ആ കിടന്ന കിടപ്പിന്ന് ഷഡപ്പടയെന്ന് എണിച്ചിട്ട് ഞാൻ അടുത്ത പരിപാടിക്ക് പോയിട്ട്. അപ്പോൾ ഞാൻ ഈ ഷീലുക്സ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഓർണമെന്റ്സ് എടുക്കാൻ വേണ്ടി പോയതാണ്. ഒടുക്കത്തെ മഴയായിരുന്നു, കറക്റ്റായിട്ട് കുട എടുത്തില്ല. അപ്പോൾ അവിടെ കുറേ നേരം അതിൻ്റെ ഓപ്പോസിറ്റ് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ക്രോസ് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ ഞാൻ അവിടെ എത്തിയത്. നല്ല അടിപൊളി കളക്ഷൻസ് ഉള്ള ഒരു കടയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് പിറ്റേന്ന് ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഷൂട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ചെന്നത്. മഴ നനഞ്ഞ് പൊടിഞ്ഞാണ് ഞാൻ അവിടെ ചെന്നത് കേട്ടോ. ഇതിൽ കുറച്ച് കളക്ഷൻസ് ഞാൻ കാണിച്ചു തരാം. അവിടെ നിന്ന് എടുത്തതിന് ശേഷം നേരെ ഞാൻ വീട്ടിലോട്ട് പോയിട്ടോ. വീണ്ടും ഗൈസ്, ഞങ്ങൾ അങ്ങനെ ഇവിടെ നിന്ന് പോവാണ്. നെല്ലിക്കുഴിന്ന് ഇഷാനും ഞാനും പോവാണ് കേട്ടോ. മമ്മി ഇവിടെ ഉണ്ട്, ഞാനും ഇഷാനും പോവാണ്. നല്ല മഴക്കാറുണ്ട്. ഇഷാന് ഹായ് ഗൈസ് എന്നാലും പറഞ്ഞേ ഹായ് ഗൈസ്. അപ്പൊ മമ്മി ഞങ്ങൾക്കൊരു ടാറ്റ തരൂ. മമ്മി പോവാണേ. മമ്മി കരയാ. മമ്മിക്ക് സങ്കടാ. മമ്മി കൊച്ചിനെ കൊണ്ടുപോണേനോ സങ്കടം, എന്നെ കൊണ്ടുപോണേനോ, ഞാൻ പോണേനോ അല്ല. അപ്പൊ ഞങ്ങളെന്തായാലും ഇവിടെ നിന്ന് പോയിട്ട് കോലഞ്ചേരി പോയിട്ട് പോവാ. എന്നാ ശരി, കാണാം. നമ്മൾ അങ്ങനെ വീട്ടിലെത്തിട്ടോ. ഞാനൊരു 6:30 ആയപ്പോഴാണ് വീട്ടിലെത്തിയത്. കാരണം അവിടെ നിന്ന് ഞാൻ ഇറങ്ങിയപ്പോ തന്നെ മഴ പെയ്തു. മഴ പെയ്യെന്ന് മമ്മി പറഞ്ഞാണ് ഇറക്കിയത്. അപ്പൊ തന്നെ മഴയും പെയ്തു. പിന്നെന്ന് പറഞ്ഞാൽ മഴ പെയ്തത് കൊണ്ട് തന്നെ എനിക്ക് പിന്നെ ഞാൻ അതിനെ കൊണ്ട് ഓടിയാണ് ബസ്സിലിറങ്ങുന്നത്. ബസ് ഞാൻ ഉടനീളം ഉറങ്ങായിരുന്നു. പിന്നെ ഇവിടെ എത്തി, ആശുപത്രിയിൽ ആരോനെ നമുക്ക് പിടിക്കാനായിട്ട് ഭയങ്കര പാടാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ ഉണ്ണിയും കൂടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. തുണ്ണിയില്ലാത്ത പക്ഷം അവനെ നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാ ബാഗും അവനും എല്ലാം കൂടെ ആയിട്ട് ആകെ ഒരു ഇതായിരിക്കും, നമുക്കൊരു റഷ് ആയിരിക്കും. സോ അന്നേരം ഒന്നും വീഡിയോസ് ചെയ്യാൻ പറ്റൂല. പിന്നെ അത് മാത്രമല്ല പീഡിയാട്രിക് വിഭാഗമാണ്, ഭയങ്കര തിരക്കായിരിക്കും. ആ ടൈമിൽ ഫോൺ പൊക്കി വീഡിയോ ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്കെന്തോ ഭയങ്കര എന്തോ പോലെയാണ്. സോ എന്തായാലും ഇപ്പൊ സമയം 8 മണിയൊക്കെ ആകുമ്പോഴാണ്. ഞാൻ വന്നപ്പോൾ തന്നെ ചോറ് വെച്ചു. പിന്നെ ഞാൻ കുടിക്കാനായിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, അത് വെച്ചു. പിന്നെ അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഞാനിതാ TV കാണാൻ കേട്ടോ. ഞാനും TV കാണാനെടുത്തി. കുറേ നേരം അവൻ്റെ കളിച്ചു. അതിനുശേഷം TV കാണാൻ വേണ്ടി പോയി. സോ ഈ ഒരു വ്ളോഗ് ഞാൻ ഇവിടെ എന്തായാലും അവസാനിപ്പിക്കുകയാണ്. ഇനി ഈ വ്ളോഗും കൊണ്ട് പോകാൻ ചിലപ്പോൾ ഞാൻ ഓർക്കില്ല. ഈ വ്ളോഗിന് ഒരു എൻഡും ഉണ്ടാവില്ല. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാൻ മറക്കണ്ട. ഓക്കെ,
അപ്പൊ പിന്നെ എന്താന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ ഒരുപാട് അങ്ങനെ സാധനങ്ങളൊന്നും ഇല്ല. എനിക്കറിയാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരുപാടൊന്നും ഇല്ല. പക്ഷെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. എന്താ ഇപ്പൊ കാണിക്കാനുണ്ടായിരുന്നത്, അതുകൊണ്ട് എനിക്ക് അങ്ങനൊന്നും കാണിക്കാനില്ലാത്തതുകൊണ്ട് തന്നെ എനിക്കറിയാൻ വയ്യ. സോ നമ്മള് അടുത്ത വ്ളോഗായിട്ട് വരുന്നവരെ നമുക്ക് കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ.